കാര്യത്തിൽ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ടത്. ചില ദമ്പതികൾ വന്നിട്ട് ശരിക്കും വിഷമിക്കാറുണ്ട്, മാഡം ഒരു ഏജിലൊക്കെ ആയിരിക്കും, ഇത്രയും നാളായിട്ട് എത്രയോ വർഷം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. അന്നേരമാണ് നമുക്ക് ഹസ്തരേഖ നോക്കിയിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം കറക്റ്റായിട്ട് പറയാൻ പറ്റും. ആണാണോ പെണ്ണാണോ, ഉണ്ടാകുമോ, ആ ഉണ്ടാകുന്ന കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുപോലും നമുക്ക് ഹസ്തരേഖയിൽ അറിയാൻ പറ്റും. അന്നേരം ഞാൻ നോക്കിയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ആ കൈ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. തിക്കായിട്ടുള്ള ലൈനാണെങ്കിൽ ആൺകുട്ടി, തിന്നാണെങ്കിൽ പെൺകുട്ടി, ഒഴിഞ്ഞെട്ടിയിടുന്ന രണ്ട് സന്തതികളുടെ വരെയാണെങ്കിൽ ട്വിൻസ്. പിന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ, ചിലവർക്കാണെങ്കിൽ ചില സമയങ്ങളിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് പറയാൻ പറ്റത്തില്ല, എല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്. ഞാൻ പറയും ഭഗവാനോട്, ഞാൻ അതിനുള്ള പരിഹാരം നന്നായിട്ട് വെളുത്ത ഭാവിയിൽ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. മുൻജന്മങ്ങളിൽ കുഞ്ഞുങ്ങളെ ദ്രോഹിച്ചതാണ്, ചിലപ്പോൾ അതായിരിക്കും അവർക്ക് ഈ ജന്മം കുഞ്ഞുങ്ങളെ ഡിലേ ആക്കി മാറ്റുന്നത്. അപ്പം ഞാൻ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുമുണ്ട്. അതെനിക്ക് ഒരുപാട് വരെ കൈവച്ച് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉണ്ടാവണ കുഞ്ഞിന് ഓട്ടിസം ആണോ അല്ലെങ്കിൽ അൽപായുസാണോ, അതും നമുക്ക് കൈ നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഹസ്തരേഖയിൽ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ പ്രാക്ടീസിൽ ഞാൻ മനസ്സിലാക്കുന്നത്.